ശ്രീ ഗുരുഭ്യോ നമഃ. നവരാത്രിയുടെ 6-ാം ദിവസം ആരാധിക്കുന്ന നവദുർഗാഭാവമായ ദേവി കാർത്യായനി നീതിക്കായി പോരാടുന്ന യോദ്ധാവാണ്. ധീരത, സത്യസന്ധത, അതുല്യമായ ധൈര്യം, ദൈവികമായ ഇച്ഛാശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവി. തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നവളായ ഭഗവതി അനീതിക്കെതിരെ പോരാടാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും ഭക്തർക്ക് ശക്തി നൽകുന്നു. നീതിപൂർവമായ പ്രവൃത്തികളുടെ മൂർത്തീഭാവമാണ് കാർത്യായനി ദേവി. ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട് ദേവി ഉൾക്കാഴ്ചയും വ്യക്തതയും ഉണർത്താൻ നമ്മളെ സഹായിക്കുന്നു. പുരികങ്ങൾക്ക് നടുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീലനിറത്തിലുള്ള പ്രകാശമായി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുന്നതിലൂടെ സത്യത്തിൻ്റെ വാൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. അതായത് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ അമ്മ ധൈര്യം തരും എന്ന് സാരം. ദേവി കാർത്യായനി നമ്മളിൽ ആത്മവിശ്വാസവും ധാർമ്മികമായ വ്യക്തതയും വളർത്തുന്നു. നമ്മുടെ വ്യക്തിപരമായ അതിരുകൾ സ്ഥാപിക്കാനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാനും ദേവി നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇനി അമ്മയെ ധ്യാനിക്കാനുള്ള ശ്ലോകം പറയാം. സഹസ്രകര ദീപ്താംഗീ അക്ഷാരക്താം വരോജ്വലാം ചതുർഭുജാം ശവഗതം നൗമി കാർത്യായനീ ശിവാം. 1000 കൈകളാൽ പ്രശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവളും അക്ഷയമായ ചുവപ്പ് നിറമുള്ളവളുമാണ് ശ്രീ കാർത്യായനി ദേവി. ദേവി ദിവ്യമായ വരങ്ങളാൽ തിളക്കമുള്ളവളാകുന്നു. വരദായിനിയാണ് അമ്മ. 4 കൈകളുള്ളവളും ശവത്തിനു മുകളിൽ വിരാജിക്കുന്നവളും മഹർഷിമാരാൽ പൂജിക്കപ്പെടുന്നവളുമായ ദിവ്യശക്തി സ്വരൂപിണിയായ ശ്രീ കാർത്യായനി ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. നൗമി കാർത്യായനി 9 മുനിമാരാൽ അല്ലെങ്കിൽ ഋഷിമാരാൽ ആരാധിക്കപ്പെടുന്നവൾ. ഇത് ദേവിക്ക് പുരാതനവും രഹസ്യാത്മകവുമായ നവവ്യാസ അല്ലെങ്കിൽ നവനാഥ പരമ്പര പോലെ താന്ത്രിക പാരമ്പര്യങ്ങളിലുള്ള ഉയർന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ കാർത്യായനി ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേ ജനഃ സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.